രൗദ്രതാണ്ഡവം രണ്ടാം ഭാഗം. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. ഈ സമയം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു വംശി. കഴിഞ്ഞ രാത്രി ഉണ്ടായിരുന്ന രൂപത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തൻ. ഇന്നലെ അലങ്കോലമായി അവന്റെ കണ്ണുകളെ പോലും പാതി മറച്ചുകിടന്ന മുടിയിൽ നിന്ന് ജെല്ല് തേച്ച് ഒതുക്കി ബാഗിലേക്ക് ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. വേഷം ഫോർമൽസ്, ബ്ലാക്ക് പാന്റ്, വൈറ്റ് ഷർട്ട്. വൈറ്റ് ഷർട്ട് ടക്കിൻ ചെയ്ത് റിസ്റ്റിലെ ബട്ടൺ ഇട്ട് അവൻ കണ്ണാടിയിലേക്കൊന്ന് നോക്കി. പെർഫെക്റ്റ്. മുന്നിൽ നിരന്നിരുന്ന വില കൂടിയ പെർഫ്യൂമിൽ ഒന്നെടുത്ത് അവൻ ജസ്റ്റ് സ്പ്രേ ചെയ്തു. തന്റെ ലുക്കിൽ ഒരിക്കൽ കൂടി നോക്കി കൺഫേം ചെയ്തുകൊണ്ട് അവൻ മുന്നിലെ ഡ്രോ തുറന്ന് വാച്ചുകളുടെ ശേഖരത്തിൽ നിന്നും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളക്ഷൻ, പ്രീമിയം കളക്ഷനിൽ നിന്ന് ഒന്ന് എടുത്തു. വാർഡ്രോബിൽ കൈയിട്ട് ബ്ലേസർ കൂടി എടുത്ത് താഴേക്ക് ചെന്ന് അവന്റെ മുഖം പിന്നെ പോയത് മിററിന്റെ സൈഡിൽ അവൻ നാട്ടിയിരിക്കുന്ന ഒരു പെയിന്റിങ്ങിലേക്കാണ്. ദളങ്ങർ ഊർന്നു വീണ ഒരു റോസാപുഷ്പമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ എടുത്തു വരച്ചിരിക്കുന്നത് മുള്ളുകളാണ്. അതിന്റെ കൂർത്ത അറ്റങ്ങളും ഒന്ന് രണ്ട് മൂർച്ചയുള്ള അറ്റങ്ങളിൽ നിന്ന് ഊർന്നു വീഴാൻ പോകുന്ന രക്തത്തുള്ളികളും ആ പടത്തിന് ജീവൻ വെച്ചു. അവന്റെ കൈകൾ ആ പടത്തിന്റെ സൈഡിൽ വെച്ചിരുന്ന മറ്റാർക്കും കാണാൻ പറ്റാത്ത ഒരു ബട്ടണിൽ മെല്ലെ അമർന്നു. വെംശി അവിടെയുള്ള സൈഡ് ബട്ടൺ ഒന്ന് അമർത്തിയതും അതിൽ പൊട്ടിച്ചിരിക്കുന്ന ഒരു മഞ്ഞുപോലെയുള്ള പെൺകുട്ടിയുടെ രൂപം തെളിഞ്ഞു വന്നു. മൂടൽമഞ്ഞിനെ വെട്ടിമാറ്റി ഭൂമിയിലേക്ക് വരുന്ന ആദ്യത്തെ സൂര്യരശ്മി പോലെ. പക്ഷെ പൂർണ്ണമായി ആ രൂപം കണ്ണിലെത്തും മുന്നേ വംശി അത് മാറ്റിക്കളഞ്ഞു. മുന്നിലിട്ടിരുന്ന കസേരയിൽ അവന്റെ കൈകൾ മുറുക്കി പിടിച്ചു. ഓരോ ദിവസവും ഞാൻ എഴുന്നേൽക്കുന്നത് ഇന്ന് നിന്നെ ഓർക്കില്ല എന്ന ശബ്ദവും പേറിയാണ്. പക്ഷെ തൊട്ടടുത്ത നിമിഷം ഒരു ഭ്രാന്ത് പോലെ നീ എന്നിൽ വീണ്ടും പടരുന്നുണ്ട്. തെറ്റാണ് ധാത്രിക്കുട്ടി നീ ചെയ്തത്. ഈ ജന്മത്ത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത തെറ്റ്. അതിനുള്ള ശിക്ഷ തരാൻ വേണ്ടിയെങ്കിലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും. ഇത് വംശിയുടെ വാക്കാണ്. കാരണം ഇന്ന് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ്, നിന്നെ മാത്രം. പറയുമ്പോൾ പോലും അവന്റെ കഴുത്തിലെ ഞരമ്പുകൾ എഴുന്നേറ്റു. ഈ മുള്ളുകൾ എന്നിൽ പടർത്തിയത് നീയാണ് ധാത്രി. എവിടെ പോയാലും നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഓരോ വാക്കും സ്വയം പറഞ്ഞു പഠിക്കും പോലെ അവൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവനെ തന്നെ നോക്കി പറഞ്ഞു. അത് പറയുമ്പോൾ ദേഷ്യത്തിൽ ആ മുഖം അത്രയും കയറി ചുവന്നിരുന്നു. ദേവമ്മ മകന് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി ടേബിളിൽ വെച്ച് പതിവ് പോലെ പ്രതീക്ഷയുടെ മുകളിലേക്ക് നോക്കിയിരുന്നു. താഴേക്ക് അവൻ ഇറങ്ങി വരുന്ന കണ്ടതും അവർ പെട്ടെന്ന് ഡൈനിങ് ഏരിയയിൽ നിന്നും മാറി അടുക്കളയിലേക്ക് ചെന്നു. വെപ്രാളപ്പെട്ട് അവർ അകത്തേക്ക് വരുന്നത് വിലാസിനിയമ്മയും മറ്റുള്ളവരും ശ്രദ്ധിച്ചെങ്കിലും സ്ഥിരം കാണുന്ന കാഴ്ചയിൽ അവർ തങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിച്ചു. ഇതേ സമയം മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ നോക്കി നിൽക്കുകയായിരുന്നു പാർത്ഥൻ. ഓരോ ചുവടും ബലത്തോടെ എടുത്തു വെച്ചുകൊണ്ട് വരുന്നവന്റെ കാൽപാദത്തിലേക്കാണ് അവന്റെ കണ്ണുകൾ പോയത്. അത്രയ്ക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന പോലെ വലതുകാലിന് ചെറിയൊരു വലിച്ചിൽ. അവൻ വന്ന് മുന്നിൽ നിന്നിട്ടും പാർത്ഥന്റെ കണ്ണുകൾ ആ കാലിൽ നിന്ന് മാറിയില്ല. ഇന്നലെ അത്ര ആഴത്തിൽ മുറിവേറ്റിട്ടും ഇന്നിപ്പോൾ മറ്റാരും അറിയാത്ത പോലെ നടക്കണമെങ്കിൽ അവൻ എന്തുമാത്രം പെയിൻ അനുഭവിക്കുന്നുണ്ടെന്ന് ഓർത്തപ്പോൾ പാർത്ഥന്റെ ഉള്ളൊന്ന് ഉലഞ്ഞു. അല്ലെങ്കിലും മുന്നിൽ നിൽക്കുന്നവൻ അങ്ങനെയാണ്. സ്വന്തം വിഷമം പുറത്തുകാട്ടി മറ്റുള്ളവരിൽ നിന്ന് ഒരു അനുതാപമോ സഹതാപമോ അവൻ ആഗ്രഹിക്കുന്നില്ല. കയ്യിലിരിക്കുന്ന ഫയലുകൾ പാർത്ഥന് നേരെ നീട്ടിക്കൊണ്ട് ആ കണ്ണുകൾ അവനെ ഒന്ന് കുറുക്കി നോക്കി. നിന്റെ കാല് എങ്ങനെയുണ്ട് വംശി? രണ്ടും അതാതിന്റെ സ്ഥാനത്ത് നീ കാണുന്നില്ലേ? മുന്നിലെ ടേബിളിൽ കിടന്ന ന്യൂസ് പേപ്പർ അവൻ കൈയൊന്ന് എത്തിച്ചു തുറന്നു. ഇതുപോലെ എന്തെങ്കിലും മറുപടിയെ വരൂ എന്നറിയാമായിരുന്നെങ്കിലും തലേന്ന് അഗസ്ത്യ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചപ്പോൾ അവൻ നുരഞ്ഞു പൊങ്ങി വരുന്ന ദേഷ്യത്തെ സ്വയം അടക്കി. നിന്റെ മുറിവ് ഇത്തിരി സീരിയസ് ആണ്. രാവിലെ നീ അത് ക്ലീൻ ചെയ്ത് മെഡിസിൻ ഇട്ടിരുന്നോ? ഞാൻ ആ ട്യൂബ് നിനക്ക് കാണാൻ പാകത്തിലാണല്ലോ വെച്ചിരുന്നത്. അതിനെ തികച്ചും അവഗണിച്ചുകൊണ്ട് അവൻ ഇന്ത്യ ടുഡേയുടെ സെക്കൻഡ് പേജ് തുറന്നു. ഡോണ്ട് യു ഹിയർ വാട്ട് ഐ എം ആസ്കിങ് യു വംശി? എത്ര നിയന്ത്രിച്ചിട്ടും പാർത്ഥന്റെ ശബ്ദം അല്പം ഉയർന്നുപോയി. ഐ വിൽ ആൻസർ ഓൾ ദ റിക്വയർഡ് ക്വസ്റ്റ്യൻസ് പാർത്ഥ. മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ സംസാരിക്കുന്നതിനെ പാർത്ഥൻ ഒന്ന് നോക്കി നെടുവീർപ്പെട്ടു. ഇതിൽ കൂടുതലൊന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. സ്വയം പറഞ്ഞുകൊണ്ട് പാർത്ഥൻ തലേന്ന് ചെയ്ത ഫയൽ അവന്റെ മുന്നിലേക്ക് നീട്ടി. വാട്ട്സ് ദിസ്? ഇന്ന് മെർജിങ് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ്. റീഡ് ദാറ്റ് ബ്ലൂ ഫയൽ. താൻ കൊടുത്ത റിപ്പോർട്ട് വായിക്കുന്നതിനൊപ്പം കുറച്ചു മുന്നേ അവൻ തന്റെ കയ്യിലേക്ക് തന്ന 2 ഫയൽസിൽ ഒന്നിലേക്ക് വംശി നോക്കി. അവന്റെ നോട്ടം പോയ ഫയൽ കയ്യിലേക്ക് എടുത്തുകൊണ്ട് പാർത്ഥൻ സംശയത്തോടെ അത് തുറന്നു. ഒത്തിരി ഒന്നും വായിക്കുന്നതിന് മുന്നേ തന്നെ അവന്റെ കണ്ണുകൾ പുഞ്ചിരിക്കുന്ന പോലെ വിടർന്നു. തലേന്ന് രാത്രി അവന്റെ അവസ്ഥ മനസ്സിലാക്കി താൻ ഉണ്ടാക്കിയ പ്രോജക്ടിന്റെ ടിക്ടോക്ക് കോപ്പി.
ഡെമൺ. പറയുന്നതിനൊപ്പം തന്നെ അവന്റെ മുഖവും വിടർന്നു. ഏതവസ്ഥയിലാണെങ്കിലും വംശിയുടെ ഉള്ളിലെ ബിസിനസ്സുകാരനെ കുറച്ചു കാണരുതെന്ന് ഒരിക്കൽ കൂടി അവൻ പറയാതെ പറഞ്ഞതുപോലെ തോന്നി പാർത്ഥന്. എന്തെങ്കിലും പോയിന്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ഡു ദാറ്റ്. അവൻ കൊടുത്ത ഫയൽ തിരിച്ചു നൽകി പാർത്ഥനോടത് പറയുമ്പോൾ അവൻ വൈകുണ്ഠം അസോസിയേറ്റ്സിന്റെ സിഇഒ മാത്രമായിരുന്നു. മുന്നിലിരിക്കുന്ന പത്രം ആകെ ഒന്ന് നോക്കി വംശി എഴുന്നേറ്റു. ഒപ്പം പാർത്ഥനും. അത് കണ്ടതും വിലാസിനിയമ്മ അവർക്കരികിലെത്തി. സാർ, കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവരുടെ ഓരോ വാക്കിലും മുന്നിലിരിക്കുന്ന വ്യക്തിയോടുള്ള അവരുടെ വിധേയത്വം പ്രകടമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കാര്യം കേൾക്കുക പോലും ചെയ്തിട്ടില്ല എന്ന ഭാവത്തിൽ വംശി പുറത്തേക്ക് നടന്നു. സാറും കഴിക്കാതെ പോവുകയാണോ? ആ ചോദ്യം പാർത്ഥനോടായിരുന്നു. എന്നും ഒരേ ചോദ്യം ചോദിച്ച് ചേച്ചിക്ക് മടി തോന്നുന്നില്ലെങ്കിലും റെക്കോർഡ് ചെയ്ത പോലെ ഒരേ ഉത്തരം ദിവസവും പറഞ്ഞ് എനിക്ക് വല്ലാതെ ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യവും അവസാനമായി പറയുകയാണ്. വംശിക്ക് അന്നം നിഷേധിച്ച വീട്ടിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും പാർത്ഥന കുടിക്കില്ല. വെറും ഒരു ജോലിക്കാരിയായ അവരോട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു പറയുന്നതിന്റെ സങ്കടം അവനുണ്ടായിരുന്നെങ്കിലും ഒരേ കാര്യം പറഞ്ഞ് അവരെ സ്ഥിരം അയക്കുന്നവർക്ക് മറുപടി അത്യാവശ്യമാണെന്നുള്ളതുകൊണ്ട് പാർത്ഥൻ അവരോടത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഈ സമയം ഇന്നും തന്റെ മകൻ ഒന്നും കഴിക്കാതെ പോയതിന്റെ സങ്കടത്തിൽ നെഞ്ചു പൊട്ടി വിങ്ങുകയായിരുന്നു ദേവമ്മ. ഈ മഴയ്ക്ക് നമ്മോടെന്തോ പൂർവ്വവൈരാഗ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചോ? ഇപ്പൊ കണ്ടോ, നമ്മളെ ആകെ നനച്ചിട്ട് ഓഫീസിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ അത് നിന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും നിനക്ക് വിശ്വാസമല്ലല്ലോ. വീണ്ടും വീണ്ടും മഴയെ പ്രാഗിക്കൊണ്ടും നനഞ്ഞ ഡ്രസ്സിനെ നേരെയാക്കിക്കൊണ്ടും പരാതി പറയുന്ന ഉത്തരയെ നോക്കി ചെറുതായി ഒന്ന് മന്ദഹസ്തു തൊഴിച്ചാൽ അവളുടെ ഭാഗമെന്നും മൗനം തന്നെയായിരുന്നു. എന്ത് കേട്ടാലും ഇങ്ങനെ മിണ്ടാ നിന്നോണം കേട്ടോ. അതിനും പ്രത്യേകിച്ച് മറുപടിയൊന്നും കിട്ടിയില്ല. ഉത്തരയുടെ ഫോൺ റിങ് ചെയ്തു. ഒരു ഹിമമഴ. ഇന്നത്തോടെ ഈ റിംഗ് ടോൺ ഞാൻ കളയും. പറയുന്നതിനൊപ്പം തന്നെ അവള് ബാഗ് തുറന്ന് ആരാ വിളിച്ചതെന്ന് നോക്കി. സ്വാതി. ഇവളിപ്പോൾ എന്തിനാ വിളിച്ചതെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ സ്വാതി ഡോർ തുറന്ന് അകത്തേക്ക് വന്നിരുന്നു. ആഹാ, നിങ്ങൾ രണ്ടും ഇവിടെ നിൽക്കുകയാണോ? ആ സുന്ദരൻ നിങ്ങളെ ഫ്ലോറിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അത് പറയാനാ ഞാൻ വന്നത്. മഴയെ കൊണ്ടേ വയ്യ, ഇനി അയാളെ കൂടി സഹിക്കണമല്ലോ. മതി ഉണക്കിയത്, അല്ലെങ്കിൽ അയാൾ നാവും കൊണ്ട് ഉണക്കും. സിദ്ധിയുടെ കൈയും പിടിച്ച് ഉത്തര വാഷ്റൂമിൽ നിന്നും വേഗത്തിൽ ഇറങ്ങി. വേഗം നിലക്ക് സിദ്ധി, ഇറ്റ്സ് ഓൾറെഡി ബീൻ ലേറ്റ്. പറയുന്നതിനൊപ്പം തന്നെ ഉത്തര ഓടുകയായിരുന്നു. ധൃതി പിടിച്ച് ക്യാബിനിലേക്ക് പോകാൻ വേണ്ടി സിദ്ധി വലിച്ചു നടന്നതും നനഞ്ഞ സാരി കാലിനടിയിലേക്ക് കയറി അവൾ മുട്ടിടിച്ച് വീഴാൻ തുടങ്ങി. പക്ഷേ അവൾ വീഴും മുന്നേ തന്നെ ആരോ അവളെ താങ്ങിയിരുന്നു. പോകുന്ന വഴിക്ക് അഗസ്ത്യയൊന്ന് കാണാം, അവൻ നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? കാര്യം അറിയുമെങ്കിലും അങ്ങനെയൊരു ചോദ്യം വന്നു. എന്തിനെന്ന് അവിടെ ചെല്ലുമ്പോൾ അവൻ പറഞ്ഞോളും. പാർത്ഥൻ ചൊടിച്ചു. ഇന്ന് ഒരുപാട് ജോലിയുള്ള കാര്യം അറിയാമല്ലോ. അതിനിടയിൽ ലൂസ് ടോക്കിനുള്ള സമയമില്ല. അടുത്തിരിക്കുന്നവന്റെ മുഖത്ത് പോലും നോക്കാതെ അത്രയും ഗൗരവത്തിലാണ് സംസാരം. എത്ര സമയമെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അഗസ്ത്യയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അവൻ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അവൻ പറയുന്നത് കേട്ടിട്ടും മറുപടിയൊന്നും പറയാതെ വംശിയുടെ കാൽ ആക്സിലറേറ്ററിൽ ആഞ്ഞു ചവിട്ടി. എന്നോടുള്ള ദേഷ്യമാണ് സ്പീഡിൽ കാണിക്കുന്നെങ്കിൽ നിന്റെ ഒപ്പം മരിക്കാൻ പോലും ഭയമില്ലാത്തവനാണ് ഞാനെന്ന് നീ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. പാർത്ഥന്റെ ആ പറച്ചിൽ വംശിയിലെ ദേഷ്യം പിന്നെയും ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പരലോകത്തെത്താം. അങ്ങനെയെങ്കിലും ആ പെങ്കൊച്ച് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. പാർത്ഥൻ ധാത്രിയുടെ കാര്യം എടുത്തിട്ടതും അറിയാതെ വംശി ഒന്നടങ്ങി. അന്വേഷിക്കുന്നതും കണ്ടുപിടിക്കുന്നതും അവളെ ദ്രോഹിക്കാനാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയും. പക്ഷെ പ്രവൃത്തികളൊക്കെ നേരെ തിരിച്ചാണ് താനും. എന്താവും ശരിക്കും ഇവന്റെ മനസ്സിൽ? ഒപ്പം നടക്കുന്നതിന് മനസ്സ് അവനേക്കാൾ നന്നായി അറിയാമെങ്കിലും ഇടയ്ക്കെങ്കിലും ആ തോന്നൽ മാറിപ്പോകുന്നത് സിദ്ധിയുടെ കാര്യം വരുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിലും സിദ്ധി എല്ലാവരിൽ നിന്നും വ്യത്യസ്തയായിരുന്നില്ലേ? ഒരു നിമിഷത്തെക്കാണെങ്കിലും പാർത്ഥന്റെ ഓർമ്മയിലേക്ക് സിദ്ധി ഓടിക്കയറി. പാർത്ഥേട്ടാ, പാർത്ഥേട്ടനോട് മിണ്ടുന്നതും പാടില്ല, പക്ഷെങ്കിൽ ആ ആളോട് മിണ്ടുക എന്ന് വെച്ചാ കൃഷ്ണാ. ഉണ്ടക്കണ്ണുകൾ വിടർത്തി മുകളിലേക്ക് നോട്ടം പായിച്ച് അത്രയും പേടിയോടെ പറയുന്നവളുടെ മുഖം അത് ഓർമ്മയിലേക്ക് വന്നതും പാർത്ഥൻ അറിയാതെ ചിരിച്ചുപോയി. വണ്ടി പെട്ടെന്ന് നിന്നതും അവന്റെ ചിന്തകൾക്കും ചെറിയൊരു ബ്രേക്ക് വീണു. നോക്കുമ്പോൾ ഹോസ്പിറ്റലിന് മുന്നിലാണ്. ആർക്കോ വേണ്ടി വരും പോലെ സീറ്റ് ബെൽറ്റ് ഊരി അവൻ വലതുകാൽ ദേഷ്യത്തിൽ ചവിട്ടിയതും ആഹ് അറിയാതെ അവൻ വിളിച്ചുപോയി. വംശി. പുറത്തേക്കിറങ്ങിയവൻ ഓടി വന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. ആരോടാ നിനക്ക് ഇത്രയും ദേഷ്യം? എന്നോട്. എന്നോട് മാത്രം. അത്രയും പറഞ്ഞുകൊണ്ടവൻ മുന്നിലേക്ക് നടന്നു തുടങ്ങി.
കരയിൽ കൂടിയും വെള്ളത്തിൽ കൂടി ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അഗസ്ത്യയുടെ ഫോണിലേക്ക് വിളിച്ചു. കല്ലിച്ച മുഖത്തോടെ ദേഷ്യം പിടിച്ചിരുന്ന ഭാവം കാണുമ്പോൾ തന്നെ അറിയാം താനും പാർത്ഥനും കൂടി പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ കയറിയിരിക്കുന്നതാണെന്ന്. കൈകളിലേക്ക് ഗ്ലൗസ് ഇട്ടുകൊണ്ട് അവൻ കെട്ടിവെച്ച മുറിവ് മെല്ലെ അഴിച്ചു. ഇന്നലത്തെ പോലെ തന്നെ. ഇത്രയും പച്ചമുറി വെച്ചിട്ട് ഒരല്പം പോലും വേദന പുറത്തു കാണിക്കാതെ എങ്ങനെ ഇവൻ ഇത്രയും സ്വാഭാവികമായി ഓരോന്നും ചെയ്യാൻ പറ്റുന്നതെന്ന് അഗസ്ത്യ അത്ഭുതത്തോടെ ആ മുഖത്തേക്ക് ഒന്ന് നോക്കിയിരുന്ന് ചിന്തിച്ചുപോയി. എന്റെ മുഖം നോക്കിയിരിക്കാനാണെങ്കിൽ ഒരു ഫോട്ടോ അയച്ചു തരാം. നീട്ടിവെച്ച കാല് താഴേക്കെടുത്തു വെച്ചുകൊണ്ട് വംശി പറഞ്ഞതും കേറ്റിവെക്കട കാല് എന്ന് അതേ ദേഷ്യത്തോടെ പറഞ്ഞ് അഗസ്ത്യം തിരിച്ചു ചൂടായി. രണ്ടും കൂടി ചേർന്നാൽ ആന കരിമ്പിൻകാട്ടിൽ കയറുന്ന പോലെയാണെന്ന് അറിയാവുന്ന പാർത്ഥൻ അതിനിടയിലേക്ക് പോയില്ല. ഒന്നുകൂടി എല്ലാം ക്ലീൻ ചെയ്തതിന് ബാൻഡേഡ് ഇട്ട് അഗസ്ത്യ കെട്ടിക്കൊടുത്തു. പാർത്ഥ, മുറിവൊന്ന് വാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ നല്ലോണം ശ്രദ്ധിച്ചോണം. പൂവ വല്ലാത്ത രീതിയിൽ ഒന്ന് തലയാട്ടി അഗസ്ത്യ പറഞ്ഞതും അടുത്തു നിന്നവൻ കാറ്റുപോലെ പുറത്തേക്ക് പോയിരുന്നു. വേഗം ചെല്ലടാ, നീ അവന്റെ അടുത്തുള്ളതാണ് ആകെ സമാധാനം. വീണു പോകും എന്ന് തോന്നിയ ഭയത്തിനപ്പുറം അയാളിൽ നിന്നേറ്റ ശരീരത്തിന്റെ സ്പർശം സിദ്ധി ഒരൊറ്റ തള്ളായിരുന്നു. അങ്ങനെയൊന്ന് പ്രതീക്ഷയാതെ നിന്നതുകൊണ്ട് മനോഹരന്റെ കാലിടറി. വീഴാൻ പോയ തന്നെ പിടിച്ചു നിർത്തിയ എന്നെ താൻ തള്ളിയിടാൻ നോക്കുന്നു. കുറച്ചു മുന്നേ ഒരു വഷളച്ചിരിയോടെ തന്നെ നോക്കി നാവ് നുണഞ്ഞവൻ അത്യാവശ്യം സ്റ്റാഫുകൾ താൻ വീഴാൻ പോകുന്നു എന്ന് കണ്ടതും സ്വരം മാറ്റി അവളോട് പറഞ്ഞു. സോറി സർ, അവൾക്കറിയാതെ പറ്റിയതാണ്. ഉത്തര പെട്ടെന്ന് ഇടയിലേക്ക് കയറി അയാളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അയാളുടെ ശ്രദ്ധ സിദ്ധിയിൽ നിന്ന് മാറി ഉത്തരയിലേക്ക് എത്തി. എന്താടി നീ കാണിച്ചത്? അയാളെങ്ങാനും ആ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് നിലത്ത് വീണിരുന്നെങ്കിൽ ഇന്ന് തന്നെ നിന്റെ ജോലി ഇവിടെ തീർന്നേനെ. അറിയാമല്ലോ, വലിയ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഉണ്ടായിട്ടല്ല നിനക്ക് ഈ ജോലി കിട്ടിയതെന്ന്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അയാൾക്ക് വൈരാഗ്യം ഉണ്ടാകുന്നൊന്നും ചെയ്യല്ലേ സിദ്ധി. ഈ ഒരു ജോലിയാണ് ഇപ്പോൾ നിന്റെ മുന്നിലുള്ള ഒരേ ഒരു കച്ചിത്തുരുമ്പ്. ആദ്യം ദേഷ്യത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവളുടെ കണ്ണുനീരും അയാളുടെ സ്വഭാവവും അറിയാവുന്നതുകൊണ്ട് ഉത്തരയ്ക്ക് കൂടുതലൊന്നും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല. ഇതേ സമയം ഉത്തര പറഞ്ഞത് ആലോചിക്കുകയായിരുന്നു സിദ്ധിയും. ശരിയാണ്, ഈ ജോലി പോയാൽ പിന്നെ മരിക്കുകയേ നിവൃത്തിയുള്ളൂ. അമർത്തി വെക്കാൻ കഴിയാത്ത സങ്കടം കണ്ണുനീർ തുള്ളിയായി ഒഴുകിയിറങ്ങാൻ തുടങ്ങിയതും അവൾ മുഖം പൊത്തി കുറെ നേരം കരഞ്ഞു. ഇതേ സമയം മാനേജർ മനോഹരൻ MD-യുടെ നിർദ്ദേശപ്രകാരം സ്റ്റാഫുകളെയെല്ലാം ഹാളിലേക്ക് അസംബിൾ ചെയ്തു. ഒരു പ്രീവിയസ് നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് തങ്ങളെയെല്ലാം ഹാളിലേക്ക് വിളിച്ചതും സ്റ്റാഫുകൾക്ക് ഒരുപോലെ അമ്പരപ്പും ഭയവും ഉണ്ടാക്കി. പരസ്പരമുള്ള അഭ്യൂഹങ്ങളും പിറുപിറുക്കലും ഇടയിൽ MD സന്തോഷ് സാർ പോഡിയത്തിലേക്ക് കയറി നിന്നു. ഇടയ്ക്ക് ഇങ്ങനെയുള്ളതാണ്. ആ ഒരു മനോഭാവത്തോടെ നിന്ന എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് സാറ് തന്റെ പ്രഖ്യാപനം അറിയിച്ചത്. സന്തോഷ് സാർ മാനേജ്മെന്റ് ഒഴിയുകയാണെന്നും ആ സ്ഥാനത്തേക്ക് പുതിയ മാനേജ്മെന്റായ HK അസോസിയേറ്റ്സ് വരികയാണെന്ന് ഉള്ളത്. പെട്ടെന്ന് കേട്ട ആ പ്രഖ്യാപനത്തിൽ ആളുകളെല്ലാം ശരിക്ക് ഞെട്ടിത്തരിച്ചുപോയി എന്ന് വേണം പറയാൻ. പലർക്കും പലജാതി പ്രശ്നങ്ങളായിരുന്നു. അതിൽ ഏറ്റവും മുന്നിട്ട് നിന്നത് പുതിയ മാനേജ്മെന്റ് വരുമ്പോൾ തങ്ങൾക്കൊക്കെ ജോലി ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയായിരുന്നു. അതവർ തുറന്നു ചോദിച്ചെങ്കിലും കൃത്യമായ ഒരു മറുപടി പറയാതെയാണ് സന്തോഷ് സാർ ഇറങ്ങിപ്പോയത്. പിന്നെയും അവിടെ പലവിധ സംസാരങ്ങൾ നടന്നു. പഴയ സ്റ്റാഫുകളൊക്കെ എന്തായാലും ജോലിയിലുണ്ടാകും എന്ന് പറയുന്നു. പക്ഷെ പുതിയ സ്റ്റാഫുകൾക്ക്? പാതിയിൽ നിർത്തിയ ഉത്തരയുടെ ചോദ്യം സിദ്ധിയുടെ നെഞ്ചു പിളർത്തി. ഇല്ല എന്ന് പറയാനാണ് ഫോൺ കയ്യിലെടുത്തതെങ്കിൽ. വംശിയുടെ മുഖം വലിഞ്ഞു മുറുകി. സർ, ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെ തേടുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ സാറ് പറഞ്ഞ പെൺകുട്ടിയെ ഞങ്ങൾ സാറിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. കഴിഞ്ഞ തവണയും വിളിച്ചപ്പോൾ ജെയിംസ് ഇതുതന്നെയാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അവളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ. അവന്റെ ശബ്ദം മാറിയതും ജെയിംസിൽ ഭയം പിടിച്ചു. ഉറപ്പായും ഉറപ്പായും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ആ കുട്ടിയെ സാറിന്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. അത് കേട്ടതും അവൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് അവന്റെ ഇന്റർകോം റിങ് ചെയ്തത്. അറ്റൻഡ് ചെയ്തത് പാർത്ഥനും. എംപീരിയൽ ഫേമിന്റെ ആൾക്കാർ എത്തിയിട്ടുണ്ടെന്ന് പറയാൻ. അവർ എത്തിയിട്ടുണ്ട്. ഒന്ന് മൂളുക മാത്രം ചെയ്ത് വംശി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. തല ഉയർത്തിപ്പിടിച്ച് ആരെയും ശ്രദ്ധിക്കാതെ കോൺഫറൻസ് റൂമിന്റെ പോകുന്നതിന്റെ തൊട്ടു പിന്നിൽ നടക്കുന്ന പാർത്ഥന്റെ മനസ്സിൽ ആ നേരം സിദ്ധിയായിരുന്നു. കൊല്ലാനാണോ വളർത്താനാണോ അവൻ നിന്നെ തേടുന്നതെന്നറിയില്ല. പക്ഷേ അവന്റെ ഈ തീവ്രമായ ആഗ്രഹത്തിന് ഈ ലോകം പോലും ഒരുപക്ഷെ അവന്റെ കൂടെ നിന്ന് നിന്നെ അവനിലേക്ക് എത്തിക്കും. അതിനുശേഷം എന്താവും വംശി തീരുമാനിക്കുക എന്ന് എനിക്ക് പോലും അറിയില്ല. ഒരു നെടുവീർപ്പോടെ വംശിക്ക് പിന്നാലെ അവനും കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു. അതേസമയം ഇത്രയും കഷ്ടപ്പെട്ട് നേടിയ ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ ഒരുവളുടെ ഉരുളം വിങ്ങുകയായിരുന്നു.
അപ്പോൾ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.